ഹായ് നമസ്കാരം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദിവ സീക്രട്ട് ഇന്റർനാഷണൽ എന്ന ഒരു കമ്പനിയെ പറ്റിയാണ്. പ്ലാന്റ് സ്റ്റെം സെൽ തെറാപ്പി എന്ന വളരെ വൈശിഷ്ട്യമുള്ള ഒരു പ്രോഗ്രാമിനെയാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 42 രാജ്യങ്ങളിലേക്ക് ഒരൊറ്റ സിംഗിൾ പ്രോഡക്റ്റുമായി കടന്നു ചെന്ന ഒരു കമ്പനിയാണ് ദിവ സീക്രട്ട് ഇന്റർനാഷണൽ എന്നുള്ളത്. എല്ലാവിധ സർട്ടിഫിക്കേഷനോടും കൂടിയാണ് കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും FDA സർട്ടിഫിക്കറ്റ് ആണ്. അമേരിക്ക നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്, നമുക്കെല്ലാം അറിയാം. ഒരു ഭക്ഷ്യോൽപ്പന്നം അമേരിക്കയിൽ വിതരണം ചെയ്യണമെങ്കിൽ തീർച്ചയായും FDA സർട്ടിഫിക്കറ്റ് കൂടിയേ മതിയാവൂ. അതുപോലെ തന്നെ FDA സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കമ്പനി ഏകദേശം എല്ലാ രാജ്യങ്ങളിലും തന്നെ അതിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. MESTI സർട്ടിഫിക്കറ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ആവശ്യമായ നാഫ്ഡാക് സർട്ടിഫിക്കറ്റ്, ISO, അതുപോലെ മുസ്ലിം കൺട്രീസിലെല്ലാം ആവശ്യമുള്ള ഹലാൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ രീതിയിലും 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്ലാന്റ് സ്റ്റെം സെൽസ് ആണ് ഈ ഭക്ഷ്യോൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, UK ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള WHO GMP സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിൽ ഇത് വിതരണം ചെയ്യാൻ ആവശ്യമായ FSSAI സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇതിനോടകം തന്നെ പല അവാർഡുകളും കമ്പനി നേടിയെടുത്തിട്ടുണ്ട്. അത് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ റിസൾട്ട് എല്ലാം വെച്ചിട്ടാണ് ഇത്രയും അവാർഡുകൾ കമ്പനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ. ഈ രോഗങ്ങളൊന്നും തന്നെ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ കൂടെ വന്നതോ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നതോ ഒന്നുമല്ല. നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് വന്നുപെട്ട അസുഖങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതം തന്നെ താറുമാറാക്കാൻ കഴിവുള്ള ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അൺബിലീവബിൾ റിസൾട്ട്. ഈ 42 രാജ്യങ്ങളിലേക്ക് ഒരൊറ്റ പ്രോഡക്റ്റ് വെച്ചിട്ട് കമ്പനി എത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അൺബിലീവബിൾ റിസൾട്ടാണ് പ്രോഡക്റ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോളിനൊക്കെ അതിൻ്റെ ലെവലുകളിൽ ദിവസങ്ങൾക്കകം തന്നെ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 25 ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ തന്നെ 15 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു ബോക്സിൽ, ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ ഒരു ബോക്സിൽ 11 സാഷകൾ ഉണ്ടാവും. അതിൽ ഒരു സാഷയിൽ 3000 mg പ്രോഡക്റ്റാണ് ഉണ്ടാവുക. പൗഡർ രൂപത്തിലുള്ള, ഗ്രാന്യൂൾസ് രൂപത്തിലുള്ള സ്റ്റെം സെൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 3000 mg എന്ന് പറയുമ്പോൾ നമ്മുടെ 3 ഗ്രാം, വെറും ഒരു 3 ഗ്രാം ദിവ സീക്രട്ട് സ്റ്റെം സെൽസ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് തരുന്ന ഒരു റിസൾട്ടാണ് അമേസിംഗ് ആയിട്ടുള്ളത്. ആദ്യമേ പറയാം, ഇതൊരു മരുന്നല്ല, ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. സെല്ലുലാർ ലെവലിൽ നമ്മുടെ സെല്ലുകളിലേക്ക് ഇറങ്ങിച്ചെന്ന്, നേരിട്ട് ചെന്ന് സെല്ലുലാർ ലെവലിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് തരുന്ന ഒരു അമേസിംഗ് മെക്കാനിസമാണ് ഇതിൽ നടപ്പാവുന്നത്. പ്ലാന്റ് സ്റ്റെം സെൽ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, 100% നാച്ചുറൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഈ ദിവ സീക്രട്ട് സ്റ്റെം സെൽസിന് എന്തുകൊണ്ട് ഇത്രമാത്രം റിസൾട്ട് കിട്ടുന്നു, അതും ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാൽ മതി. അതിനു മുമ്പായി ഞാൻ ജസ്റ്റ് സ്റ്റെം സെൽസ് എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെം സെൽസ് എന്താണ് എന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റെം സെൽസ് എന്നാൽ അടിസ്ഥാന കോശങ്ങൾ, വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്നൊക്കെ പറയാം. ഒരു അണ്ഡവും ബീജവും തമ്മിൽ സംയോജിച്ച് ഒരു ജീവൻ ഉയരെടുക്കുന്ന ഭ്രൂണാവസ്ഥയിൽ ഒരു മൂലകോശത്തിൽ നിന്ന്, അതായത് ഒരു സ്റ്റെം സെല്ലിൽ നിന്നാണ് വിഭജന പ്രക്രിയയിലൂടെ അനവധി കോശങ്ങൾ ഉണ്ടായി വരുന്നത്. പിന്നീട് ഈ സ്റ്റെം സെൽസ് ആണ് വിവിധ അവയവങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ഒരു കുഞ്ഞിനെയും അമ്മയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ആംബ്ലിക്കൽ കോഡ്, അതായത് പൊക്കിൾ കൊടിയിൽ സ്റ്റെം സെൽസ് ധാരാളമുണ്ട്. പ്രസവശേഷം പൊക്കിൾ കൊടി വേർപെടുത്തുമ്പോൾ അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന ബ്ലഡ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ച് സൂക്ഷിക്കാവുന്ന സ്റ്റെം സെൽസ് ബാങ്കുകളൊക്കെ നിലവിലുണ്ട്, ബ്ലഡ് ബാങ്ക് ഒക്കെ പോലെ. അതെന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് ആ കുഞ്ഞിൻ്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും മാരകമായ അസുഖങ്ങൾ പിടിപെട്ടാൽ അല്ലെങ്കിൽ ഒരു അവയവം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായാൽ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെം സെൽസ് എടുത്ത് ഉപയോഗിച്ചാൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്.
മെഡിക്കൽ സയൻസിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഈ ആധുനിക സാങ്കേതിക വിദ്യക്ക് കൂടുതൽ മാനം നൽകാൻ വേണ്ടിയുള്ള പരീക്ഷ നിരീക്ഷണങ്ങളിലാണ് ഇന്ന് ശാസ്ത്രലോകം. ഇപ്പോൾ താലസീമിയ, ലുക്കീമിയ, ഈ ബ്ലഡ് ക്യാൻസർ ഒക്കെ പോലുള്ള രക്തസംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ മജ്ജ മാറ്റിവെക്കൽ പോലുള്ള മജ്ജസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെയാണ് സ്റ്റെം സെൽ ടെക്നോളജി വിജയകരമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ ഒരാളുടെ സ്റ്റെം സെൽസ് മറ്റൊരാൾ ഉപയോഗപ്പെടുത്തുന്ന ഇതിനുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഈ മേഖല മനുഷ്യരാശിക്ക് തന്നെ വളരെ ഉപകാരപ്പെടാൻ പോകുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നിലവിലുണ്ട്, അതൊക്കെ ആശ്രയിക്കാം. ഈ സ്റ്റെം സെൽസിന് പലതരത്തിലുണ്ട്. ഏത് അവയവമായി മാറാൻ കഴിയുന്ന ടോട്ടിപ്പൊട്ടൻ്റ് സ്റ്റെം സെൽസ്, അതുപോലെ ഏതെങ്കിലും ഒരു അവയവം മാത്രമായി മാറാൻ കഴിവുള്ള പ്ലൂറിപ്പൊട്ടൻ്റ് സ്റ്റെം സെൽസ്, അതുപോലെ അഡൽട്ട് സ്റ്റെം സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള സ്റ്റെം സെൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് ആംബിലിക്കൽ കോഡിൽ നിന്ന് ശേഖരിക്കുന്ന സ്റ്റെം സെൽസ് ഒരു ബാങ്കിൽ സൂക്ഷിക്കുക എന്നതൊക്കെ വളരെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ലോകത്തിലെ അതിസമ്പന്നർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അതൊക്കെ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവിടെയാണ് പ്ലാന്റ് സ്റ്റെം സെൽസ് ടെക്നോളജിയുടെ പ്രസക്തി. നമ്മൾ നേരത്തെ സംസാരിച്ചത് ഹ്യൂമൻ സ്റ്റെം സെൽസിനെ പറ്റിയാണ്. സ്റ്റെം സെൽസ് മനുഷ്യരിലും മൃഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ചെടികളിലും മരങ്ങളിലും ഒക്കെ ഉണ്ട്. അത് എങ്ങനെ മാനവരാശിക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള പരീക്ഷ നിരീക്ഷണങ്ങളും ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. അതിന്റെ ഫലമായി രൂപപ്പെട്ടു വന്ന ഒന്നാണ് പ്ലാന്റ് സ്റ്റെം സെൽസ് തെറാപ്പി എന്ന ഒരു വിഭാഗം. ആന്റി ഏജിങ് പോലുള്ള, അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഇതിനു മുമ്പ് തന്നെ പല കമ്പനികളും വളരെ വിജയകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പലർക്കും അതിനെപ്പറ്റി അറിയാമായിരിക്കാം. ഉപയോഗിച്ചവർക്കെല്ലാം അതിന്റെ ഭയങ്കരമായ റിസൾട്ടുകൾ കിട്ടിയതൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ദിവാ സീക്രട്ട് ഇന്റർനാഷണൽ എന്ന ഒരു മലേഷ്യൻ കമ്പനി കുറെ കൂടി കടന്ന് ജീവിതശൈലി രോഗങ്ങൾ തടയാൻ കഴിയുന്ന ഒരു സ്റ്റെം സെൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു. സമർത്ഥരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം വർഷങ്ങൾ നീണ്ട പരീക്ഷ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. മനുഷ്യശരീരത്തിലെ കോശങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് അത്ഭുതകരമായ അൺബിലീവബിളായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കമ്പനി അവതരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു രോഗത്തിനുമുള്ള ഒരു മരുന്നല്ല, മറിച്ച് നമ്മുടെ സെല്ലുകളിൽ നേരിട്ടെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ദിവസങ്ങൾക്കകം തന്നെ പരിഹരിച്ചെടുക്കുന്ന ഒരു സെല്ലുലാർ ന്യൂട്രീഷ്യസ് ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇന്ത്യയിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിയിട്ട് വെറും മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ക്യാൻസർ ഉൾപ്പെടെ പലർക്കും ഭേദമായിരിക്കുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, ആർത്രൈറ്റിസ്, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് വേണ്ട സകലമാന ജീവിതശൈലി രോഗങ്ങൾക്കും അൺബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ടാണ്, അതും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ ലെവലെല്ലാം ഒരാഴ്ചക്കുള്ളിൽ വരുന്ന വ്യത്യാസം കണ്ടിട്ട് ഇത് ഉപയോഗിക്കുന്നവർ തന്നെ അന്തം വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഒന്നുകൂടി പറയുന്നു, ഇതൊരിക്കലും ഒരു മരുന്നല്ല, രോഗികൾക്ക് അത് മാറ്റിത്തരും എന്നൊരു ഗ്യാരണ്ടിയും കമ്പനി നൽകുന്നുമില്ല. എങ്കിലും ഉപയോഗിച്ചവരുടെ റിസൾട്ട് പറഞ്ഞത് മാത്രം. ഇതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയവർ അവർക്കോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇതൊക്കെ. അപ്പൊ രോഗികളവിടെ കിട്ടെ അവർ ചികിത്സിക്കാൻ ഡോക്ടർമാരും മരുന്നുകളൊക്കെ നിലവിലുണ്ടല്ലോ. പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ആരോഗ്യമുണ്ടെന്ന് ചിന്തിക്കുമ്പോഴും നമുക്കറിയാം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയോ അസുഖങ്ങളിലേക്ക് വഴുതി വീഴാൻ റെഡിയായിട്ട് നിൽക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അവർക്ക് വേണ്ടിയുള്ളതാണ് ദിവാ സീക്രട്ട് സ്റ്റെം സെൽസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കരുതി രോഗികളായവർ ഇത് ഉപയോഗിക്കേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പരീക്ഷാടിസ്ഥാനത്തിലെങ്കിലും ഇതിന്റെ ഒരു 3-4 പാക്കറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു റിസൾട്ട് അവർക്കും ലഭിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്രയും അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിലുപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ ആപ്പിൾ സ്റ്റെം സെൽസിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിർജീവാവസ്ഥയിൽ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന സ്റ്റെം സെൽസിനെ എല്ലാം റിജുവിനേറ്റ് ചെയ്യാനുള്ള, വീണ്ടും ഉണർത്തിയെടുത്ത് പെർഫെക്റ്റ് ആക്കി എടുക്കാനുള്ള കഴിവ് ആപ്പിൾ സ്റ്റെം സെൽസിനുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഡാമേജ് ആയിട്ടിരിക്കുന്ന സെല്ലുകൾ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഡെഡ് സെൽസിനെ എടുത്ത് കളയുന്നു. ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളെ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടിഷ്യൂസിന്റെ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കുന്നു. അതുപോലെ പവർഫുൾ ആന്റി ഓക്സിഡന്റ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ റിസൾട്ട് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അസ്റ്റാസാന്തിൻ എന്ന് പറഞ്ഞാൽ ഈ ആൽഗകളിൽ നിന്നെല്ലാം വേർതിരിച്ചെടുക്കുന്ന ഒരു കണ്ടന്റ് ആണ്. അതും നോക്കുക, പവർഫുൾ ആന്റി ഓക്സിഡൻസ് ആണ്, എനർജി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, സ്കിന്നിന്, ഗട്ടിന്, വയറിന് അല്ലെങ്കിൽ ജോയിന്റ് ഹെൽത്തിനെല്ലാം, ഇപ്പൊ മുട്ടുകാലുവേദനയൊക്കെ എല്ലാവരും പ്രശ്നമാണ്, അതിനെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ റിവേഴ്സ് ഏജിങ്, ആന്റി ഏജിങ് അല്ല റിവേഴ്സ് ഏജിങ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ്
നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള ഒരു കണ്ടന്റാണ്. വൈറ്റമിൻ എക്കാളെല്ലാം 500 മടങ്ങ് സ്ട്രോങ് ആണെന്നുള്ളതാണ്. അതുപോലെ വൈറ്റമിൻ സിയേക്കാൾ 6000 മടങ്ങ് സ്ട്രോങ്, ഗ്രീൻ ടീയേക്കാൾ 560 മടങ്ങ്, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കണ്ടന്റാണ് അസ്റ്റാസാന്തിൻ. അതുപോലെ ബ്ലാക്ക് കറന്റ് ആന്റി ക്യാൻസറസ് ആണ്. അതുപോലെ അന്തോസിയാനിൻസ് എന്ന് പറയുന്ന പോലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമ്മുടെ കണ്ണുകൾക്ക്, സ്കിന്നിന്, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ ഇതും വളരെ പവർഫുൾ ആയിട്ടുള്ള റിവേഴ്സ് ഏജിങ് കണ്ടന്റ് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അസൈബറി ആമസോൺ മഴക്കാടുകളിലെല്ലാം കാണുന്ന ഒരു പവർഫുൾ ആന്റി ഏജിങ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന, അതുപോലെ ന്യൂട്രിയൻസിന്റെ പോഷകങ്ങളുടെ എല്ലാം ഒരു കലവറ തന്നെയാണ് എന്നാണ് പറയുന്നത്. എനർജി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നു. ബ്രെയിൻ ഹെൽത്തിനെ, സ്കിന്നിനെല്ലാം നല്ലതാണ്. നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ സഹായിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. ഇത് ബോസ്വേലിയ സെറാറ്റ, നമ്മുടെ കുന്തിരിക്കത്തിന്റെ ഔഷധ ഗുണം നമുക്കറിയാവുന്നതാണ്. നമ്മൾ അന്തരീക്ഷത്തിലെ അണുക്കളെല്ലാം കളയാനായിട്ട് കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു ശീലമൊക്കെ നമുക്കുണ്ട്. അതിന് മറ്റു ഗുണങ്ങളും നോക്കുക. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ്, ലിപ്പിഡ് ലെവൽസ്, നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിന്റെ അംശം കുറയ്ക്കാൻ സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇതും പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ശ്വാസകോശത്തിന്, ജോയിന്റ്സിന്, ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ നല്ലതാണ്. ടർമറിക്, മഞ്ഞള് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല പ്രകൃതിദത്തമായ മഞ്ഞള് നമ്മുടെ കറികളിലെല്ലാം ഉപയോഗിച്ചിരുന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലുള്ള ആൾക്കാർക്കെല്ലാം ഒരുവിധമുള്ള അസുഖങ്ങളെല്ലാം വരാതിരുന്നത് എന്ന് പറയും. അത് അതിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന കണ്ടന്റിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടിയിൽ കുർക്കുമിൻ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുർക്കുമിനെല്ലാം വേർതിരിച്ചെടുത്ത് കയറ്റി അയച്ചതിന് ശേഷമാണ് ഇന്നത്തെ മഞ്ഞൾപ്പൊടി കിട്ടുന്നത് പറയുന്നു. എല്ലാ കമ്പനികളെ അല്ല പറയുന്നത്, പല കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞൾ അത്രയും നല്ലൊരു സൂപ്പർ ഫുഡാണ്, പ്രത്യേകിച്ച് ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ പവർഫുൾ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. സ്കിന്നിന്, ബ്രെയിൻ ഹെൽത്തിന്, ജോയിന്റ്സിനൊക്കെ വളരെ നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിശക്തമായ ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ്. നമ്മൾ ഈ കുട്ടികൾക്കെല്ലാം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നത് നമുക്കിപ്പോൾ അതൊരു ശീലമാണ്. ആന്റിബയോട്ടിക്സ് കഴിച്ചറിയാം. പിന്നെ സാധാരണ മരുന്നൊന്നും കൊടുത്താൽ ആ ബോഡിയിൽ വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഞ്ഞളെന്ന് വെച്ചാൽ അത്തരം സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണെന്നുള്ളതാണ്. പിന്നെ ഹണി, തേൻ, അതിൽ ഏറ്റവും അടിയിൽ പറഞ്ഞേക്കണു കൺട്രോളിങ് ഷുഗർ ലെവൽസ്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഹണിയൊക്കെ പലതും കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഷുഗറൊക്കെ കൂടാനാണ് സാധ്യത. അപ്പോൾ നാച്ചുറൽ ഹണിയുടെ പ്രത്യേകത നോക്കും. ബ്രെയിൻ ഹെൽത്ത്, മെമ്മറി ഒക്കെ കൂട്ടുന്നു. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ആന്റി മൈക്രോബയൽ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. ഇമ്മ്യൂണിറ്റി എനർജി ബൂസ്റ്റർ ആണ്. ബ്ലാക്ക് കമിൻ സീഡ്സ്, നമ്മുടെ കരിഞ്ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങളെല്ലാം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ്, ലൈംഗികമായ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലങ്സ്, ലിവർ, ഹാർട്ടിനും എല്ലാം നല്ലതാണ്. ഇൻസുലിൻ, കൊളസ്ട്രോൾ ലെവൽസിനെല്ലാം റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇമ്മ്യൂണിറ്റി ലെവൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറ തന്നെയാണ് ബ്ലാക്ക് കമിൻ സീഡ്സ് എന്ന് പറയുന്നത്. ഇതിന് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ഫ്രൂട്ടാണ് പോമിഗ്രാനേറ്റ് എന്നൊക്കെ പറയുന്ന മാതള നാരങ്ങ. ന്യൂട്രിയൻസിന്റെ കലവറ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. ഹോർമോണൽ ലെവൽസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ. ഈ ബ്ലഡ് സർക്കുലേഷന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് കുഴഞ്ഞു വീണ് മരണങ്ങൾ, അറ്റാക്ക്, സ്ട്രോക്ക് എല്ലാം ഉണ്ടാകുന്നത് ഈ രക്തചക്രമണം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെല്ലാം വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഈ പോമഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഈ കണ്ടന്റ്. ഹാർട്ടിന്, ബ്രെയിനിന്, സ്കിന്നിനെല്ലാം വളരെ നല്ലതാണ്. ദഹന പ്രക്രിയ സഹായിക്കുന്നു. അതുപോലെ മെറ്റാബോളിസം, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്തുന്നു. ഇതിലും ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇത് ഗ്രേപ്പ് സീഡ്, നമ്മുടെ മുന്തിരിയുടെ കുരു. നമ്മൾ സാധാരണ മുന്തിരി കഴിച്ചിട്ട് തുപ്പിക്കളയുന്ന ആ കുരുവിന് ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ടെന്നുള്ളത് ഒരു പുതിയ അറിവ് തന്നെയാണ്. പവർഫുൾ ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ ജീവിതസാഹചര്യങ്ങൾ അനുസരിച്ച്, ഓരോരുത്തരുടെ ജോലിയുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് സ്ട്രെസ് എന്നുള്ളത്, മാനസിക സമ്മർദ്ദം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്ന്. അതിന്റെ പേരിൽ തന്നെ പല ആൾക്കാരും മറ്റു പല രോഗങ്ങൾക്കും അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ. ഇപ്പോൾ ഈ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടന്റാണിത്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. എല്ലുകളുടെ സ്ട്രെങ്ത് കൂട്ടുന്നു. ഗ്യാസ്ട്രൈറ്റിസിന് വളരെ നല്ലൊരു പ്രതിവിധിയാണ്. ഹാർട്ടിന്റെ, സ്കിന്നിന്റെ എല്ലാം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ബെറി വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ഫ്രൂട്ടാണ് ബിൽബെറി. ഇതും ഷുഗർ, കൊളസ്ട്രോൾ ലെവലിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് വളരെ പോഷക സമ്പുഷ്ടമാണ്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്. കണ്ണുകൾക്ക്, ഹാർട്ടിനെല്ലാം നല്ലതാണ്. ഗ്യാസ്ട്രൈറ്റിസിന് ഒരു പരിഹാരമാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കണ്ടന്റാണ് അക്വാമിൻ. നമ്മുടെ കടലിൽ വളരുന്ന ഒരു ചെറു സസ്യമാണ്. അത് ശുദ്ധീകരിച്ചെടുത്ത് അതിന്റെ സ്റ്റെം സെൽസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മൾട്ടി മിനറൽസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
ബയോ കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ 74ഓളം ട്രേസ് മിനറൽസ് ഉണ്ടെന്നുള്ളതാണ്. ഈ മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആണെന്നുള്ളതൊന്നും പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഹെൽത്തി ആയിരിക്കാൻ ഒരു മനുഷ്യന് വളരെ വേണ്ടപ്പെട്ട ഒന്നാണ് മിനറൽസ് എന്ന് പറയുന്നത്. എല്ലുകളും പല്ലുകളും എല്ലാം സ്ട്രോങ് ആയിരിക്കാൻ, ബോഡി ഫ്ലൂയിഡ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതുപോലെ ഫുഡിനെ എനർജിയായി കൺവെർട്ട് ചെയ്യാനൊക്കെ വളരെ ആവശ്യമുള്ളതാണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോൺസ്, മസിൽസ്, ഹാർട്ട്, ബ്രെയിൻ ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മിനറൽസ് കൂടിയേ തീരും എന്നുള്ളതാണ്. അതിൽ മറ്റൊരു പ്രധാന കാര്യമാണ് എൻസൈംസും ഹോർമോൺസും ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് മിനറൽസ് എന്നുള്ളതാണ്. അതിൽ ഈ കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സൾഫർ എന്നൊക്കെ പറയുന്ന മാക്രോ മിനറൽസ് വലിയ അളവിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. അതുപോലെ ട്രേസ് മിനറൽസ് അയൺ, മാംഗനീസ്, കോപ്പർ, അയോഡിൻ, സിങ്ക്, കോബാൾട്ട്, ഫ്ലൂറൈഡ്, സെലേനിയം, ഇതൊക്കെയാണ് ട്രേസ് മിനറൽസ് എന്ന് പറയുന്നത്. ഇതും ചെറിയ അളവിലാണെങ്കിൽ പോലും നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് ഈ അക്വാമിൻ എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല്ലുകൾക്ക്, എല്ലുകൾക്ക്, അതുപോലെ ലിവറിനെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഗ്ലൈസോഡിൻ ഗ്ലൈഡിൻ, ഒരു വീറ്റ് പ്രോട്ടീൻ ആണ്. ഡൈജഷന് വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ സെല്ലുകൾക്ക് ഡാമേജ് ഇല്ലാതെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതതുപോലെ ഗ്ലൈസോഡിൻ, കാൻഡിലൂപ്പ്, പൊട്ടാസ്യം പോലുള്ള മിനറൽസ്, അതുപോലെ വൈറ്റമിൻ സി ഉൾപ്പെടെ ഉള്ള എല്ലാ വൈറ്റമിൻസിന്റെ ഒരു കലവറ തന്നെയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം ഇന്റേണൽ ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ഹാർട്ടിന്, സ്കിന്നിന് നല്ലതാണ്, കാലറീസ് വളരെ കുറവാണ്, സീറോ ഫാറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് പ്രോബയോട്ടിക്സ്. ഇന്ന് പ്രോബയോട്ടിക്സിന്റെയും പ്രീബയോട്ടിക്സിന്റെ ഒക്കെ പ്രാധാന്യം ഒട്ടുമിക്കവർക്കും അറിയാം. പണ്ടൊക്കെ ഊണ് കഴിച്ച് കഴിയുമ്പോൾ നിർബന്ധമായിട്ടും മോര് കഴിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത സൂക്ഷ്മാണുക്കളെയാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ കൾച്ചറായിട്ടുള്ള ഫുഡില് നമ്മുടെ ഈ തൈര്, മോര് പോലുള്ള ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക്സിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവയാണ്. നമ്മുടെ ദഹന പ്രക്രിയക്കെല്ലാം വളരെ ആവശ്യമുള്ള ഒന്നാണ്. മെറ്റാബോളിസം കറക്റ്റ് ചെയ്യുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതുപോലുള്ള ഒരു 10 ഏറ്റവും നല്ല പ്രോബയോട്ടിക്സ് ദിവാ സീക്രട്ടിലുണ്ടെന്നുള്ളതാണ്. ടൈഗർ മിൽക്ക് മഷ്റൂം ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ദിവാ സീക്രട്ട് സ്റ്റെം സെൽസ് ഉപയോഗിച്ചാൽ പ്രധാനമായും സംഭവിക്കുന്ന കീ പോയിന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, മെറ്റാബോളിസം കറക്റ്റ് ആകുന്നു, ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളുടെ റീജനറേഷൻ നടത്തുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയ എന്ന് പറയുന്നു, ഓൺസെറ്റ് ഓഫ് ദി പ്രോസസ് എന്ന് പറയുന്നു. മുളയിലെ നുള്ളിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ആക്കുന്നു, സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു, സ്ട്രെസ് റിലീഫ് കിട്ടുന്നു, കൃത്യമായ ഒരു ഉറക്കം, വേണ്ടതായിട്ടുള്ള നാച്ചുറൽ സ്ലീപ്പ് പാറ്റേൺ കിട്ടുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്ത് പെർഫെക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയൊരു കാര്യം, ഇത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. സാധാരണ നമ്മൾ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് നേരെ വയറ്റിലേക്കാണ്. അവിടെ ദഹന പ്രക്രിയയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ്, പോഷകഘടകങ്ങളെല്ലാം വേർതിരിച്ചെടുത്ത് ബ്ലഡിലൂടെ ഓരോ സെല്ലുകളിലേക്കും സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ഒരു കണക്കൊന്നും അല്ലെങ്കിലും ഏകദേശം 70 ട്രില്യൺ കോശങ്ങളോളം ഉണ്ടെന്ന് പറയും നമ്മുടെ ശരീരത്തിൽ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. കുറെ കോശങ്ങൾ ചേർന്നിട്ടാണ് ഒരു ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ആണ് ഓർഗൻസ് ആയി മാറുന്നത്. പല ഓർഗൻസ് ചേർന്നിട്ടാണ് ഒരു സിസ്റ്റമായി പ്രവർത്തിക്കുന്നത്. എല്ലാ സിസ്റ്റങ്ങളും ഭംഗിയായിട്ട് നടക്കുമ്പോഴാണ് ഒരു മനുഷ്യ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എന്ന്. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ സെൽസ് അല്ലെങ്കിൽ കോശങ്ങളാണ്. അപ്പോൾ ഈ കോശങ്ങൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഈ കോശങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? ന്യൂട്രിയൻസ് ആണ്. കൃത്യമായ അളവിൽ ന്യൂട്രിയൻസ് ലഭിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, ഇതെല്ലാം കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആഹാര രീതികളനുസരിച്ച് ഇത് വല്ലതും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. കുറെ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, അതായത് കുറെ കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ കുറെ ഫാറ്റ്, ഇതെല്ലാം അകത്തേക്ക് കയറ്റി വിട്ടിട്ട് വയറ് നിറഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. ശരിയാണ്, വയറ് നിറയുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്നു, പക്ഷെ കോശങ്ങൾ വിശന്നിരിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കോശങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ ഫുഡ് കിട്ടാതാകുമ്പോൾ മെല്ലെ മെല്ലെ കോശങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങും. പിന്നെ അവ നശിച്ചു പോകാൻ തുടങ്ങും. പിന്നെ അത് ടിഷ്യൂസിനെ ബാധിക്കാൻ തുടങ്ങും. അതിന്റെ എല്ലാം അടുത്ത സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഓർഗൻസിനെ അത് ബാധിക്കുന്നത്. ഈ ഓർഗൻസിനെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ഒട്ടുമിക്കവാറും നമുക്കൊരു രോഗമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭക്ഷണശൈലി മാറ്റിയേ പറ്റൂ. കൃത്യമായ പോഷകഘടകങ്ങൾ തെരഞ്ഞു പിടിച്ച് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചു കൊടുക്കാൻ എത്ര പേരെ കൊണ്ട് സാധിക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്. അവിടെയാണ് ഈ ദിവാ സീക്രട്ട് സ്റ്റെം സെൽസിന്റെ ഒരു പ്രസക്തി വരുന്നത്. ഒരു സാക്ഷയിലുള്ള വെറും 3 ഗ്രാം പൗഡർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഈ കോശങ്ങൾക്കെല്ലാം ആവശ്യമായ ഫുഡാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് കഴിക്കുന്ന രീതി കൂടി ഒന്ന് പറയുകയാണ്. ഒരു സാഷ പൊട്ടിച്ച് നമ്മുടെ നാവിന്റെ അടിയിലേക്ക് ഇടുക. നമ്മുടെ ഉമിനീര് വന്ന് അത് മെല്ലെ അലിയാൻ തുടങ്ങും.
ഏകദേശം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മുഴുവൻ അലിഞ്ഞു തീരും. അത് കുറച്ചു നേരം നമ്മളങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് വയറ്റിലേക്ക് ഇറക്കാം. അപ്പം ഇത് നാവിൻ്റെ അടിയിൽ ഇടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നാവിൻ്റെ അടിയിൽ നമുക്കറിയാം പേപ്പർ സ്കിൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബ്ലഡിലേക്ക് കലരുകയും അത് വളരെ വേഗത്തിൽ നമ്മുടെ ഓരോ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ പ്രോഡക്റ്റ് സാധ്യമാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഒരാൾ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൽ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു ഗുളിക എടുത്തിട്ട് നാവിന്റെ അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടൊരു ആക്ഷൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ വളരെ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ദിവാ സീക്രട്ട് സ്റ്റെം സെൽസ്. ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ അതിന്റെ റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ രോഗിയാവാം, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാളാവാം, എല്ലാ മനുഷ്യരും നിർബന്ധമായിട്ടും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്കൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആരാണോ അവരെ കോൺടാക്ട് ചെയ്യുക. പ്രോഡക്റ്റ് നേരിട്ടോ പാഴ്സലോ ആയിട്ട് നിങ്ങളുടെ താമസ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഓരോ വ്യക്തികളും നിർബന്ധമായി ഉപയോഗിച്ചിരിക്കേണ്ട ഒന്നാണ് ദിവാ സീക്രട്ട് സ്റ്റെം സെൽസ്. അതോടൊപ്പം എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ആയുരാരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ദിവാ സീക്രട്ട് സ്റ്റെം സെൽസ് ഒരു രോഗത്തിനുള്ള മരുന്നല്ല, മറിച്ച് രോഗങ്ങൾ വരാതെ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.